ആത്മീയരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരം എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് ഇടപെടാതെ, സിനിമ കാണാതെ, മൊബൈൽ വാട്സാപ്പ് ഇല്ലാതെ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ 24 hours മീശ മടിച്ച് നടക്കുന്ന, പ്രാർത്ഥിച്ച് മാത്രം നടക്കുന്ന ഒരു കൂട്ടരാണ് സ്പിരിച്വൽ എന്നാണ് മതം നമ്മളെ പഠിപ്പിച്ചത്. അതല്ല ഇവിടെ പറയുന്നത്. ഇതാണ് തന്നെ, യു ആർ ബോൺ ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. യു ആർ ഗോഡ്സ്, നിങ്ങൾ ദൈവങ്ങളാകുന്നു. യു ആർ നോട്ട് ഗ്രോയിങ്. എന്താ ഗ്രോ ചെയ്യാത്തത്? നിങ്ങൾ ആരാണെന്നുള്ള കൺവിക്ഷനിൽ, നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ. ക്രിസ്തുവാകുന്ന തലയോളം, എഫെസ്യ ലേഖനം എന്നാ പറയുന്നത്, ക്രിസ്തുവാകുന്ന, ഇപ്പം നമ്മൾ വായിച്ചു, ക്രിസ്തുവാകുന്ന തലയോളം നിങ്ങൾ വളരണം അല്ലേ? സഭയുടെ തലയാക്കി, സഭ അവൻ്റെ ശരീരമാകുന്നു. ആ തല എങ്ങനെയാണോ അതുപോലെ നാം വളരണം. അപ്പം തല ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് കൊളോസി ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നത്, നിങ്ങൾ മരിച്ചുയർത്ത് അവനോടുകൂടെ ഇരിക്കപ്പെട്ടിരിക്കാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തപ്പെട്ടിരിക്കാൻ ഉയരത്തിലുള്ളത് ചിന്തിപ്പൻ. യുവർ എന്നാ പറയുന്നത്, നിങ്ങളുടെ ലെൻസ്, നിങ്ങളുടെ കാഴ്ചപ്പാട് ഹെവൻലി പെർസ്പെക്റ്റീവോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. അതില്ല നിങ്ങൾക്ക്, നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾക്കിപ്പോഴും പാട്ടും, പാസ്റ്റർ പറഞ്ഞു നാളെ അനുഗ്രഹിക്കപ്പെടും, നാളെ കാറ് മേടിക്കാൻ പറ്റും. നിങ്ങൾ ദൈവങ്ങളായിരിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് കാറ് മേടിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നെങ്കിൽ യു ഡോണ്ട് നോ, നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ ദൈവങ്ങളാ.